ഇന്ന് വലിയ നോമ്പിലെ മൂന്നാമത്തെ ഞായറാഴ്ചയാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. കർത്താവ് ഒരു പക്ഷവാത രോഗിയെ സൗഖ്യമാക്കിയ സംഭവമാണ് ഇന്ന് നാം അനുസ്മരിക്കുന്നത്. ഈ നോയമ്പിലെ ഓരോ ദിവസവും ഓരോ ഞായറാഴ്ചയും കർത്താവ് ചെയ്തതായ അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് നമ്മുടെ ചിന്താവിഷയം. തീരെ കിടപ്പായി പോയ, ഒട്ടും നടക്കുവാൻ സാധ്യമല്ലാത്ത, കട്ടിലിൽ മാത്രം കഴിയുന്ന ഒരു പക്ഷവാത രോഗി, അവന് പ്രത്യാശയും രോഗം സൗഖ്യമാക്കുമെന്നുള്ള ആശയൊക്കെ നഷ്ടപ്പെട്ട ഒരു രോഗിയാണ്. അവനെ അവൻ്റെ സ്നേഹിതന്മാരായ 4 പേർ കട്ടിലിൽ ചുമന്ന് യേശുതമ്പുരാൻ്റെ മധ്യത്തിലേക്ക് ഇറക്കി വയ്ക്കുകയാണ്. യേശുതമ്പുരാൻ പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ അനേകായിരം ജനങ്ങൾ തിങ്ങി നിറഞ്ഞ് അവിടെ ഇരിക്കുകയാണ്. യേശുതമ്പുരാൻ്റെ അടുത്തേക്ക് സമീപിപ്പാൻ സാധ്യമല്ലാത്തത് കൊണ്ട് പ്രതിബന്ധം അവർ നീക്കി ഈ രോഗിയെ കട്ടിലോടെ ഇരുന്നിരുന്നതായ ആ കെട്ടിടത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി മുകൾ തട്ട് മാറ്റി കട്ടിലോടെ യേശുതമ്പുരാൻ്റെ മുൻപിലേക്ക് അവനെ ഇറക്കി വെച്ചു. യേശുതമ്പുരാൻ അവൻ്റെ പാപങ്ങൾ മോചിച്ച് അവനെ സൗഖ്യമാക്കുകയാണ്. ഒരുപാട് ആത്മീയ ചിന്തകൾ, ധ്യാനം നമ്മുടെ മനസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവണം. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇത് ചിന്തിക്കണം. ഈ ലോക ജീവിതത്തിൽ ദൈവത്തോടടുക്കുവാനും ദൈവിക കൃപ നമ്മളിൽ വ്യാപരിക്കുവാനും ഒരുപാട് ബ്ലോക്കുകൾ, ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ട്. ഇന്ന് എവിടെ കേട്ടാലും ബ്ലോക്കിൻ്റെ കാലമാണ്. ഹൃദയത്തിലേക്കുള്ള രക്തമൊഴുക്കിനെ തടയുന്ന ബ്ലോക്കുകൾ. പണ്ട് ഹാർട്ടുമായി ബന്ധപ്പെട്ട ബ്ലോക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നു. ഇന്ന് തലച്ചോറും അതുപോലെയാണ്. തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹത്തെ തടസ്സപ്പെടുത്തുന്ന ബ്ലോക്കുകൾ തലച്ചോറിലുമുണ്ട്. അതാണല്ലോ സ്ട്രോക്കൊക്കെ ഉണ്ടാവുന്നത്. മാത്രവുമല്ല, ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളിലേക്കും രക്തം ഒഴുകുന്നതിനെ തടസ്സപ്പെടുത്തുന്ന ബ്ലോക്കുകൾ ഇന്ന് മനുഷ്യൻ്റെ ആധുനിക ജീവിതശൈലി കൊണ്ടാവാം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാലിലേക്കുള്ള രക്തം സുഗമമായി ഒഴുകാത്തപ്പോഴാണ് നമുക്ക് രക്തമൊക്കെ കട്ടകെട്ടി, രക്തക്കുഴലുമൊക്കെ കട്ടകെട്ടി നമുക്ക് അസുഖം ഉണ്ടാകുന്നത്. അപ്പം ഇങ്ങനെ രക്തത്തിൻ്റെ നിർബാധമായ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന ബ്ലോക്കുകൾ, പ്രതിബന്ധങ്ങൾ ശരീരത്തിനുള്ളിലുണ്ടാകുമ്പോൾ ശരീരത്തിൻ്റെ ജീവൻ അത് ഭീഷണിയായി വരികയാണ്. അങ്ങനെ അനേകര് മരിക്കുന്നുണ്ട്, നമുക്കറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശരീരത്തിൻ്റെ ഉള്ളിലെ രക്തമൊഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന ബ്ലോക്കുകൾ, പ്രതിബന്ധങ്ങൾ ഭൗതികമായ ജീവന് ഭീഷണിയാണെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവകൃപാപ്രവാഹത്തെ തടസ്സപ്പെടുത്തുന്ന ഒരുപാട് ബ്ലോക്കുകളുണ്ട്. നമ്മിലേക്ക് ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഒഴുകി വരുന്നതിന് തടസ്സമായി നിൽക്കുന്ന ബ്ലോക്കുകൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. ഈ വലിയ നോമ്പിൽ ആത്മീയ ബ്ലോക്കുകൾ ഇല്ലാതാക്കുവാൻ കഴിയണം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ബ്രേക്കിംഗ് ദ സ്പിരിച്വൽ ബ്ലോക്സ് ദാറ്റ് ഹിൻഡർ, ദാറ്റ് സ്റ്റോപ്സ് ദ ഈസി ഫ്ലോ ഓഫ് ഗോഡ്സ് ഗ്രേസ്. ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് ഒഴുകി വരുന്നതിനെ തടസ്സപ്പെടുത്തുന്ന ആത്മീക ബ്ലോക്കുകൾ എന്തൊക്കെയാണ്? എല്ലാ
കൗദാശിക ശുശ്രൂഷയ്ക്ക് മുമ്പും കൗദാശിക ശുശ്രൂഷ സ്വീകരിക്കുന്നതിന് മുമ്പും പ്രത്യേകമായി നമ്മൾ വിശുദ്ധ കുമ്പസാരം നടത്തും. മാമോദീസായ്ക്ക് മുമ്പ് മാമോദീസായ്ക്ക് സ്വീകരിക്കുന്ന കുഞ്ഞിൻ്റെ അപ്പനും അമ്മയും തലത്തൊടുന്ന ആളും വിശുദ്ധ കുമ്പസാരം നടത്തി കുർബാന കൊള്ളണം. വിവാഹത്തിന് ഒരുങ്ങുന്ന വധൂവരന്മാർ വിവാഹത്തിന് മുമ്പ് കുമ്പസാരം നടത്തി വിശുദ്ധ കുർബാന അനുഭവിക്കണം. അങ്ങനെ ഓരോ കൂദാശയ്ക്കും, എല്ലാ കൂദാശയ്ക്കും മുൻപായി വിശുദ്ധ കുമ്പസാരം നടത്തണമെന്ന് സഭ നിഷ്കർഷിക്കുന്നു. വൈ? എന്തുകൊണ്ട്? കല്യാണത്തിന് മുമ്പ് കുമ്പസാരം നടത്താതെ കല്യാണം നടത്തിയാൽ കല്യാണം നടക്കത്തില്ല. മാമോദീസായ്ക്ക് മുമ്പ് കുമ്പസാരം നടത്താതിരുന്നാൽ മാമോദീസ നടക്കത്തില്ല. എന്തുകൊണ്ടാണ് കൂദാശകൾ സ്വീകരിക്കുന്നതിന് മുമ്പ് വിശുദ്ധ കുമ്പസാരം നടത്തണമെന്ന് സഭ നിഷ്കർഷിക്കുന്നത്? എന്തുകൊണ്ടാണ്? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അച്ഛൻ പറഞ്ഞു കുമ്പസാരിക്കണമെന്ന്, ഞങ്ങൾ പോയി കുമ്പസാരിക്കണം. കാരണം കാര്യം നടക്കണമല്ല, കല്യാണം നടക്കണേ കുമ്പസാരിക്കണം. അതിന് വന്നത് ഈ കുമ്പസാരത്തെക്കുറിച്ച് പറയുമ്പോൾ ആണ്ട് കുമ്പസാരം, മട്ട് കുമ്പസാരം, കെട്ടുകുമ്പസാരം, ഇങ്ങനെ 3 കുമ്പസാരമാണ്. കെട്ടുകുമ്പസാരം എന്ന് പറഞ്ഞാൽ കെട്ടുന്നതിന് മുമ്പ് ഒരു കുമ്പസാരം, യാതൊരു ആത്മാർത്ഥതയില്ല, എങ്ങനെയും കല്യാണം നടക്കാൻ വേണ്ടി വന്ന് കുമ്പസാരിക്കുക, അതാ കെട്ടുകുമ്പസാരം. പിന്നെ ആണ്ട് കുമ്പസാരം, ആണ്ടിലൊരിക്കൽ കുമ്പസാരിക്കണം, അല്ലെ പൊതിയോത്തി കയറിയിരിക്കാനൊക്കത്തില്ല. അതുകൊണ്ട് ഒരാണ്ട് കുമ്പസാരം. ഇതിന് വല്ല ആത്മാർത്ഥതയുണ്ടോ? ഒരാത്മാർത്ഥതയില്ല. ഒരു അച്ഛന് ഒരിക്കൽ ഈ കുമ്പസാരിക്കാൻ പൊതുയോഗത്തിന് മുമ്പ് ഇതുപോലെ ആളുകൾ വന്ന് കുമ്പസാരിക്കുന്നു, ഒന്നും ഏറ്റു പറയാനില്ല, ചുമ്മാ ഇരിക്കുക. അപ്പോൾ അച്ഛൻ ചോദിച്ചു, മോനെ ഒന്നും ഏറ്റു പറയാനില്ലയോ? എൻ്റെ പൊന്നച്ഛ, എനിക്കിത് താല്പര്യത്തോടല്ല, എങ്ങനെയും പൊതുയോഗത്തിൽ കയറി ഇരിക്കണം, അതിനു വേണ്ടി നിൽക്കുക. അച്ഛൻ പറഞ്ഞു ശരി. അച്ഛന് തലയെ പിടിച്ച് പ്രാർത്ഥിച്ച് നീ വിട്ടു, നീ റെക്കാർഡിൽ പോയി കുമ്പസാരിച്ചെന്ന് എഴുതിക്കോളാൻ പറഞ്ഞു. ഇതാ നമ്മുടെ കുമ്പസാരം, ആണ്ട് കുമ്പസാരം. പിന്നെ മട്ട് കുമ്പസാരം, ഒരു മട്ടി പോയി ചുമ്മാതൊരു, അപ്പം 3 കുമ്പസാരമാണ്. അതൊക്കെയാ ആണ്ട് കുമ്പസാരം, കെട്ടുകുമ്പസാരം, മട്ട് കുമ്പസാരം. എന്നാൽ ആത്മാർത്ഥമായി ഹൃദയംഗമായി കണ്ണുനീരോടെ അനുതാപത്തോടെ കുമ്പസാരിക്കുന്ന എത്ര ഇടവാംഗങ്ങളുണ്ട്, സഭാമക്കളുണ്ട്? നിങ്ങൾ തന്നെ ചിന്തിച്ചോ? ഞാൻ ചോദിക്കും. ഫ്രം ദ റിയൽ സെൻസ്, ഹൃദയത്തിൽ അനുതാപത്തോടെ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച് ആത്മാർത്ഥമായി കുമ്പസാരിക്കുന്ന എത്ര പേരുണ്ട്? ഇനിയിപ്പം കഷ്ടാനുവാഴ്ചയ്ക്ക് മുമ്പ് എല്ലാവരും ഒരു കുമ്പസാരമുണ്ട്. ഞാൻ അച്ഛനായിട്ടിരിക്കുമ്പോഴേ ഈ ഇടവകയിൽ 300-400 പേര് കഷ്ടാനുവാഴ്ചയ്ക്ക് മുമ്പ് ഇങ്ങനെ വന്ന് ക്യൂ നിൽക്കും. റേഷൻ കടയിൽ പഞ്ചാര വാങ്ങിക്കാൻ ക്യൂ നിൽക്കുന്ന പോലെ. ഒരുത്തി കുമ്പസാരിക്കുന്നതിൻ്റെ നേരെ പുറകിൽ തൊട്ടില്ല നിർത്തി അടുത്തവൾ നിൽക്കുക. എങ്ങനെയും പെട്ടെന്ന് ഇതൊന്ന് സാധിച്ചു പോകണം. ഞാൻ അവരോട് പറയും, എൻ്റെ പൊന്നു മക്കളെ, അവൾ കുമ്പസാരിക്കുമ്പോൾ അവളെ ഏറ്റു പറയാനുള്ളത് അതിൻ്റെ തൊട്ട് താഴെ നീ നിന്ന് അവൾക്ക് എന്തെങ്കിലും ഏറ്റു പറയാൻ പറ്റുമോ? അവിടെ പോയി ഇരിക്കാൻ പറയും. ഇതാ നമ്മുടെ കുമ്പസാരം. ഇപ്പം നോക്കിക്കോണം, ഇനിയും കഷ്ടാനുവാഴ്ചയ്ക്ക് മുമ്പ് ഇതിനച്ഛൻ പറയും, കഷ്ടാനുവാഴ്ചയ്ക്ക് മുമ്പ് എല്ലാവരും കുമ്പസാരിക്കണം. ഈ റേഷൻ കടയിൽ പഞ്ചാര വാങ്ങിക്കുന്ന പോലെ ഇങ്ങനെ ക്യൂ നിൽക്കും, വന്ന് എങ്ങനെയും തട്ടിമുട്ടി പോകും. അങ്ങനെയല്ല, അങ്ങനെയുള്ളൊരു കുമ്പസാരിക്കണ്ട എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ആത്മാർത്ഥമായി കണ്ണുനീരോടെ അവനവൻ്റെ പാപങ്ങളെയും കുറവുകളെയും ബ്ലോക്കുകളെയും കണ്ടുപിടിച്ച് പശ്ചാത്താപത്തോടെ നെഞ്ചത്തടിച്ച് കണ്ണീരൊഴുക്കി കുമ്പസാരിക്കുന്നില്ലെങ്കിൽ ഒരു പാപം കൂടെ വലിച്ചു വെക്കണ്ട. അത് മറ്റൊരു പാപമാണ്. എന്തിനാ ഒരു പാപം കൂടെ വലിച്ചു വെക്കുന്നത്? അങ്ങനെയുള്ളൊരു കുമ്പസാരിക്കണ്ട. തിരുവേനി ഇനിയും കുമ്പസാരിക്കണ്ട എന്ന് പറഞ്ഞെന്നും പറഞ്ഞ് ആരും അങ്ങനെയൊക്കെ പോകരുത്. ഞാൻ പറഞ്ഞു വന്നത്, വിശുദ്ധ കുമ്പസാരം എന്തിനാണ് കൗദാശികമായ ശുശ്രൂഷകൾക്ക് മുമ്പ് കുമ്പസാരം നടത്തണമെന്ന് പറയുന്നത്? എന്തിനാ? കാരണം ആ കൗദാശിക കൃപ
നമ്മളിലേക്ക് ഒഴുകി വരണമെങ്കിൽ നമ്മളിലുള്ള ബ്ലോക്കുകൾ ഇല്ലാതാകണം. വിവാഹത്തിന് മുമ്പ് കുമ്പസാരം നടത്തണമെന്ന് പറയുന്നത് എന്തിനാണ്? ആ സ്ത്രീക്കും പുരുഷനും കൗദാശിക വിവാഹ കൂദാശയുടെ കൃപ, ദ ഗ്രേസ്, ആ സ്ത്രീക്കും പുരുഷനും കിട്ടണമെങ്കിൽ അവരിൽ പാപത്തിൻ്റെ ബ്ലോക്കുകൾ ഉണ്ടാകരുത്. ബ്ലോക്കുണ്ടേ കൃപ കിട്ടത്തില്ല. നല്ല മഴയുള്ള ദിവസമേ നിങ്ങൾ ആകാശത്തേക്ക് നോക്കിയാൽ സൂര്യനെ കാണാനൊക്കത്തില്ല. വെളിച്ചവുമില്ല, ചൂടുമില്ല. സൂര്യൻ്റെ വെളിച്ചവും ചൂടും എന്താ മറയ്ക്കുന്നത്? മഴയുള്ള കാലങ്ങളിൽ മേഘം വന്ന് സൂര്യൻ്റെ വെളിച്ചവും ചൂടും എന്തോ ചെയ്യും? മറയ്ക്കും. അപ്പോൾ നമുക്ക് പ്രകാശവും കിട്ടത്തില്ല, ചൂടും കിട്ടത്തില്ല. ഇതുപോലെയാണ് കൗദാശികമായ കൃപ നമ്മളിലേക്ക് ഒഴുകി വരുവാൻ പ്രതിബന്ധമായി നിൽക്കുന്ന പാപം, ബ്ലോക്കുകൾ അടിച്ചു മാറ്റണം. അതിനാ കുമ്പസാരം നടത്തുന്നത്. അതിനാ അച്ഛന്മാർ നിർബന്ധിക്കുന്നത്. നീ കൂദാശയ്ക്ക് അടുത്തു വരുന്നതിന് മുമ്പ് നീ യഥാർത്ഥമായി ആത്മീകമായി ഒരുങ്ങി വിശുദ്ധ കുമ്പസാരം നടത്തണം. എന്നാലേ നിനക്ക് കൃപ കിട്ടത്തുള്ളൂ. നമ്മളെന്തോ ചെയ്യുന്നത്? നമ്മളിതിനെക്കുറിച്ച് വല്ല ലീസ്റ്റ് ബോധേടാന്നോ? രാവിലെ വെളുപ്പാങ്കാലത്ത് കൊച്ചിനെ കൊണ്ട് ബ്യൂട്ടീഷ്യൻ്റെ അടുത്ത് കയറ്റും. അവളെ ഇവിടെ ശരീരം മൊത്തം എടുത്തിട്ട് പണിയും. എന്തൊക്കെയാ പണിയുന്നെന്ന് ആർക്കറിയാം? ഇവിടെ ബ്ലോക്കിനെ കുറിച്ച് വല്ലതും ചിന്തയുണ്ടോ? ആ കൊച്ച് വെള്ളവും കുടിച്ചില്ല, ഒന്നും കുടിക്കാതെ ഇവിടെ വന്ന് ഈ എന്തുവാ ഏതാണ്ട് വിഷവസ്തു കഴിക്കുന്ന കാക്കയെ പോലെ ഇവിടെ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുക. എന്തോ കൃപ കിട്ടാൻ അവക്ക്. അതുകൊണ്ടാണ് ഒരാഴ്ച കഴിയുമ്പം ഡൈവോഴ്സ്. മനസ്സിലായോ? കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്തിനാ മക്കളെ ഈ ആവശ്യമില്ലാത്ത ചെലവുകൾക്ക് പോകുന്നത്? ഈ ബ്യൂട്ടീഷ്യൻ്റെ അടുത്ത് പോകുന്നത് എന്തിനാ? നമ്മുടെ പഴയ കാലത്ത് ഞാനിപ്പം കൂട്ടത്തിലങ്ങ് പറയുക, ഇപ്പം പറയേണ്ട കാര്യമില്ലെങ്കിലും അങ്ങ് വന്നുകൊണ്ട് പറയുക. ഒരു പെൺകുട്ടിയെ ആ വീട്ടിലുള്ള സ്ത്രീകളെല്ലാം കൂടെ ഒന്ന് ഒരുക്കി കൊണ്ടുവന്നാൽ പോരായോ? എന്തിനാ മക്കളെ ഈ ആവശ്യമില്ലാത്ത കലാപരിപാടി? നിങ്ങൾ ആ തുടക്കം എത്ര ലക്ഷങ്ങളായി? ഇപ്പം 2, 3, 4 ലക്ഷമൊക്കെയാണ് കൊടുത്ത്. ആ കാശുണ്ടെങ്കിൽ അയിലത്ത് ക്യാൻസർ കിടന്ന് അതിവേദനപ്പെടുന്ന ഒരുത്തിന് അത് കൊടുത്താൽ അവൻ ദൈവമേ എന്ന് വിളിക്കും. നിങ്ങളുടെ വിവാഹ ജീവിതം അനുഗ്രഹമാകും. അല്ലെങ്കിൽ അനുഗ്രഹം കിട്ടത്തില്ല, ബ്ലോക്കാ. 2 ആഴ്ച കഴിയുമ്പം ഡൈവോഴ്സ് ആകും. ചെറുക്കൻ്റെ വീട്ടിൽ, പെണ്ണിൻ്റെ വീട്ടിൽ. എന്തിനാ ഈ ബ്യൂട്ടീഷ്യൻ്റെ അടുത്ത് പോയത്? ഒന്ന് ചിന്തിക്കും മക്കളെ. ഇവിടെ കല്യാണം കഴിക്കാനുള്ള ചെറുപ്പക്കാർ ഇവിടെ ഇരിപ്പുണ്ട്, ആണും പെണ്ണും ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങളൊന്ന് ചിന്തിയിര്, എന്തിനായി? ഭംഗിയായിട്ട് കുളിച്ചൊരുങ്ങി ദേവാലയത്തിൽ വരണം, വിശുദ്ധ കുമ്പസാരം നടത്തണം, കണ്ണീരോടെ പ്രാർത്ഥിച്ചൊരുങ്ങി വിശുദ്ധ കുർബാന അനുഭവിച്ച് നിങ്ങൾ വിവാഹ കൂദാശയ്ക്ക് വന്നാട്ട് നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും. കാരണം ദൈവകൃപ നിങ്ങൾക്ക് കിട്ടും. ദൈവകൃപയില്ലാതെ അടിച്ചു പൊളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ മക്കളെ? വല്ല കാര്യമുണ്ടോ? ചിന്തിച്ച് നോക്ക്. ഞാൻ ലോകത്തിൽ കാണുന്നതാ നിങ്ങളോട് പറയും. എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുകയാണ്. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവകൃപ, നമ്മുടെ കുടുംബത്തിലേക്ക് ദൈവകൃപ വരുവാൻ തടസ്സമായ പാപത്തിൻ്റെ, മ്ലേച്ഛതയുടെ, അധർമ്മത്തിൻ്റെ, അനീതിയുടെ ബ്ലോക്കുകൾ ഇല്ലാതാക്കണം. അത്രേ ചെയ്താൽ മതി. ബ്ലോക്ക് എടുത്ത് മാറ്റിയാൽ ദൈവകൃപ ഇങ്ങനെ ഒഴുകി നമ്മളിലേക്ക് വരും, നമ്മുടെ കുടുംബത്തിലേക്ക് വരും. എന്താ കുടുംബത്തെ അനുഗ്രഹം ഉണ്ടാവാത്തത്? പല കുടുംബങ്ങളിലും ദൈവകൃപ കിട്ടത്തില്ല. എന്നും അടിയും വഴക്കും അസമാധാനവും. ഒരു കാര്യം ചെയ്താൽ അത് ഉരുവാകത്തില്ല. എന്തുകൊണ്ടാണ്? ചിന്തിക്കണം. നിങ്ങളുടെ കുടുംബങ്ങളിൽ അനുഗ്രഹം ഉണ്ടാവണമെങ്കിൽ, ദൈവകൃപ ഒഴുകി വരണമെങ്കിൽ മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കത്തോടെ ദൈവകൃപയെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ ജീവിതത്തിലുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യണം. നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. ദൈവമേ, ദൈവകൃപ എനിക്ക് കിട്ടുവാൻ തടസ്സമായ കാര്യങ്ങൾ എന്തൊക്കെ?
ഈ പക്ഷവാത രോഗം എന്ന് പറഞ്ഞാൽ എന്തുവാ? അത് ബ്ലോക്കാണ്. കാലയിലോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ശരീരഭാഗത്തേക്ക് രക്തമൊഴുകുന്ന ധമനികൾ ബ്ലോക്ക് ആകുമ്പോഴാണ് എന്തോ ആകുന്നത്? പക്ഷപാതമാകുന്നത്. എൻ്റെ കാലയിലേക്ക് രക്തമൊഴുകുന്നതിന് തടസ്സമായി ബ്ലോക്കായിട്ട് എന്തെങ്കിലും വരുമ്പോഴാണ് അല്ലെ ന്യൂറോ മസ്കുലാർ ബ്ലോക്ക് എന്ന് പറയും. നേർവും മസിലും അവിടെ ബ്ലോക്കാകും, രക്തം അങ്ങോട്ട് ഒഴുകുന്നില്ല, അവിടെ ബ്ലോക്കാകും. ആ ബ്ലോക്ക് വരുമ്പോൾ ആ കാല് തളർന്നു പോകും, പിന്നെ കാല് വെക്കാനൊക്കത്ത്. അതുകൊണ്ട് ആത്മീയ പക്ഷവാത രോഗം, നമുക്കൊക്കെ ആത്മീയ പക്ഷവാത രോഗമുണ്ട് കേട്ടോ, ശാരീരികമല്ല. ഈ ആത്മീയ പക്ഷവാത രോഗം മാറ്റുവാൻ നാം ശ്രമിക്കണം. ഈ നൊയമ്പിൻ്റെ ദിവസങ്ങളിൽ അതിന് ശ്രമിക്കാം, എന്നാലേ നിങ്ങളുടെ കുടുംബങ്ങളിൽ അനുഗ്രഹം ഉണ്ടാകത്തുള്ളൂ. മോർ അന്ത്രയോസ് പിതാവ് ഈ പ്രദേശത്ത് 1672 അദ്ദേഹം ഈ പ്രദേശത്ത് മലങ്കരയിൽ വന്നതാണ്. അദ്ദേഹം സിറിയൻ പശ്ചാത്തലത്തിൽ നിന്നാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ നോക്കി അറിയാം സിറിയൻ പശ്ചാത്തലമാണെന്ന്. കാരണം തലയും അസംസായുണ്ട്. സിറിയ പേർഷ്യൻ പ്രദേശങ്ങളിലുള്ളൊരു തലക്കെട്ടുണ്ട്, ആ തലക്കെട്ടുമൊക്കെ ഉണ്ട്. സിറിയൻ പശ്ചാത്തലത്തിൽ നിന്നാണ് അദ്ദേഹം ഇവിടെ വന്നത് 1672. 1692 ഡിസംബർ 29 ഈ വർഷം 29 അടുത്ത വർഷം 29 ഉണ്ട്. ഇന്ന് 28 കഴിഞ്ഞ് മാർച്ച് 1 അപ്പം ഇന്ന് ഏതാണ്ട് ആ ദിവസമാണ് അദ്ദേഹം നിര്യാതനായി കല്ലട പള്ളിയിൽ അടക്കുകയും ചെയ്തു. ആ പരിശുദ്ധ പിതാവ് ഈ പ്രദേശത്ത് വന്ന് ആത്മീയ ബ്ലോക്കുകൾ മാറ്റുവാൻ ശ്രമിച്ച പിതാവാണ്. കാരണം ദൈവകൃപ ദേശത്തേക്ക് ഇറങ്ങി വരുവാൻ തടസ്സമായി നിന്ന അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെയല്ല, ക്ഷുദ്രം, ആഭിചാരം, വെള്ളവടി, ഇമ്മൊറാലിറ്റി, ഇതെല്ലാം നിറഞ്ഞു നിന്ന ഒരു പൂർവിക കാലം നമുക്കുണ്ട്. ഇന്ന് പിന്നെ കുറച്ചുകൂടെയൊക്കെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. കാരണം മനുഷ്യന് വിദ്യാഭ്യാസമൊക്കെ വന്നതോടുകൂടി അതൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അന്ന് ഇങ്ങനെയുള്ള ദൈവകൃപയ്ക്ക് തടസ്സമായിട്ടുള്ള കാര്യങ്ങൾ ഈ ദേശത്തുണ്ടായിരുന്നു. അദ്ദേഹം സിറിയാൻ പ്രദേശത്ത് നിന്ന് ഒരു മിഷണറി പോലെ കർത്താവിൻ്റെ സന്ദേശവുമായി ഇവിടെ വരികയും ഈ പ്രദേശത്ത് അദ്ദേഹം വടക്കൻ കേരളത്തിലാണ് ആദ്യം വന്നത്. അവിടെ നിന്ന് പല സ്ഥലങ്ങളിൽ അദ്ദേഹം താമസിച്ച് അവസാനം ചെങ്ങന്നൂർ വന്ന് ചെങ്ങന്നൂരിന്നാണ് 6 വഴി കല്ലടയാറ് വഴിയാണ് അദ്ദേഹം കല്ലടയിൽ വന്നത് എന്നൊക്കെയാണ് ചരിത്രം പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ആ പിതാവ് അന്നത്തെ മനുഷ്യരുടെ ആത്മീയ പക്ഷവാത രോഗത്തെ കുറയ്ക്കുവാൻ അദ്ദേഹം ശ്രമിച്ചു. ഇന്ന് ഈ നൊയമ്പിൻ്റെ ദിവസം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന ആത്മീയമായ ബ്ലോക്കുകൾ ഇല്ലാതെയാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കണം. ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം. അത് നമ്മുടെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കണം. നമ്മൾ ആത്മാർത്ഥമായിട്ട് അതിനെ ശ്രമിക്കണം. അല്ലാതെ ഇത് കേട്ട് ഒരു ചെവി കൂടെ കേട്ടു മറ്റേ ചെവി കൂടെ പോയി പ്രയോജനമില്ല. എൻ്റെ ദൈവമേ, ഈ നൊയമ്പിൻ്റെ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ കരുണ എന്നിലും എൻ്റെ കുടുംബത്തിലും കൃപാപ്രവാഹത്തിൻ്റെ ഒരു അനുഭവം എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യഥാർത്ഥ കുമ്പസാരം നടത്തി നമ്മുടെ ജീവിതത്തെ നിർമ്മലീകരിക്കുമ്പോൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക്. ഈ നൊയമ്പെല്ലാം നോക്കി നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക്. ദൈവത്തിൻ്റെ കൃപ നിങ്ങൾക്ക് കിട്ടും, ഉറപ്പാന്നേ. ഞാൻ ഉറപ്പായിട്ടാണ് പറയുന്നത്. ദൈവത്തിൻ്റെ കൃപ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും ഉണ്ടാവും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാവും. ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് നമ്മെ എല്ലാവരെയും വാഴ്ത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ.